കൂട്ടിക്കഴിക്കണം. സ്വയം ചികിത്സ ആരും BP-യിൽ കാണിക്കരുത്. ഇനി അതിന്റെ ബാക്കി ഭക്ഷണക്രമത്തിനെ പറ്റി എന്റെ സുഹൃത്ത് പറയുന്നത്. BP പരിശോധനയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് പോകുന്നതിന് മുമ്പായി കൈനീളം കുറഞ്ഞ വസ്ത്രങ്ങൾ വേണം ധരിച്ചിട്ട് പോകാനായിട്ട്. അതുപോലെ തന്നെ ഈ ചായ, കാപ്പി എന്നിവ കുടിച്ചിട്ടുണ്ടെങ്കിൽ അവർ അരമണിക്കൂറിന് ശേഷം മാത്രമേ BP പരിശോധനയ്ക്ക് വിധേയമാകുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇവയൊക്കെ കുടിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിലെ BP-യുടെ അളവ് കൂടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 5 മിനിറ്റ് അതിന് മുമ്പ് ഒരു 5 മിനിറ്റ് എങ്കിലും നമ്മൾ BP പരിശോധനയ്ക്ക് മുമ്പായി മാനസികമായിട്ടും ശാരീരികമായിട്ടും സ്വസ്ഥത കൈവരിച്ചിരിക്കേണ്ട അത്യാവശ്യമാണ്. പിന്നെ പരിശോധനയ്ക്ക് മുമ്പായിട്ട് മൂത്രം ഒഴിച്ചിരിക്കണം. ഇനി അതില് ഭക്ഷണക്രമത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. സാധാരണ ഒരാള്, അതായത് BP നോർമൽ ആയിട്ടുള്ള ഒരാള് എടുക്കേണ്ട ഭക്ഷണക്രമത്തെ കുറിച്ചാണ് ഈ ചാർട്ടിൽ കാണിച്ചിരിക്കുന്നത്. ഇതില് ധാന്യവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, പാലുൽപ്പന്നങ്ങൾ, മാംസാഹാരങ്ങൾ. ഇതില് ധാന്യവർഗ്ഗങ്ങളില് പ്രധാനമായിട്ടും അല്ല ബ്രെഡ് വന്നിട്ട് ഒരു കഷ്ണം വന്നിട്ട് കഴിക്കാവുന്നതാണ്. ഒരു ദിവസത്തെ നോർമൽ ഡയറ്റാണിത്. ധാന്യങ്ങളിൽ ഒരു കഷ്ണം ബ്രെഡ് കഴിക്കാം. അതുപോലെ തന്നെ ചോറ് വന്നിട്ട് ചോറിന്റെ അളവ് ഉപ്പ് കുറച്ചിട്ട് ചോറ് വന്നിട്ട് ഒരു ചെറിയ 2 തവി വന്നിട്ട് കഴിക്കാവുന്നതാണ്. പച്ചക്കറികളിലെ ഇലക്കറികൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിരിക്കണം. പിന്നെ വേവിച്ച പച്ചക്കറി, പിന്നെ പച്ചക്കറി ജ്യൂസ്, ഏതെങ്കിലും പച്ചക്കറികളില് ജ്യൂസ് വന്നിട്ട് കുടിക്കാവുന്നതാണ്. പിന്നെ പഴവർഗ്ഗങ്ങളും ഏതെങ്കിലും ഒരെണ്ണം, ഇതിപ്പോ വില കുറഞ്ഞ പഴങ്ങളായിരുന്നാലും ഏതെങ്കിലും ഒരെണ്ണം വന്നിട്ട് ഒരു ദിവസത്തില് ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ഉണക്കിയ പഴം, പിന്നെ 1 കപ്പ് ജ്യൂസ്, പാവയ്ക്ക ജ്യൂസോ വെള്ളരിക്ക ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ജ്യൂസ് വന്നിട്ട് കഴിക്കാവുന്നതാണ്. പാലുൽപ്പന്നങ്ങൾ എന്നിവ മിക്കതും ഒഴിവാക്കുന്നതാണ് നല്ലത്. എന്നാലും BP നോർമലായിട്ട് ഒരാൾക്ക് വന്നിട്ട് പാലുൽപ്പന്നങ്ങളില് ഒരു ദിവസത്തേക്ക് 1 കപ്പ് പാൽ വന്നിട്ട് കുടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ തൈരിനേക്കാൾ കൂടുതലായും മോര് കഴിക്കുന്നതായിരിക്കും ഉത്തമം. പിന്നെ മാംസാഹാരങ്ങൾ കൂടുതലായിട്ടും തൊലി കളഞ്ഞ് നല്ലതുപോലെ വേവിച്ചിട്ട് വേണം കഴിക്കാനായിട്ട്. ഇനി ആയുർവേദ ചികിത്സയിൽ ഇത് പറയുന്നത് വെളുത്തുള്ളി നല്ലതുപോലെ അരച്ച് അത് മുരിങ്ങ നീരില് ചേർത്ത് കഴിക്കാവുന്നതാണ്. പിന്നെ ചുക്ക്, കറിവേപ്പില, കുരുമുളക്, ഇഞ്ചി ഇവ നല്ലതുപോലെ അരച്ച് മോര് കാച്ചി കഴിക്കാവുന്നതാണ്. പിന്നെ മുരിങ്ങയിലിട്ട് തിളപ്പിച്ച വെള്ളം അത് നമ്മുടെ ദിവസം കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള നീര്, അതായത് BP കൂടുതലായിട്ടുള്ള ആളുകളുടെ ശരീരത്തിലുണ്ടാകുന്ന നീര് കുറയാനായിട്ട് സാധിക്കും. ധാരാളം മൂത്രം ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിനും ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്. പിന്നെ തുളസി ഇലയിൽ തെച്ചിയുടെ പൂ നല്ലതുപോലെ അരച്ച് അത് തേനിൽ ചേർത്ത് കഴിക്കുന്നതും നല്ലതാണ്. ഇനി ഇതിന്റെ ബാക്കി ബോധവൽക്കരണത്തെ കുറിച്ച് എന്റെ സുഹൃത്ത് കവിത നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഇത്രയും നേരം ഞങ്ങളിവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത് രക്തസമ്മർദ്ദത്തെ കുറിച്ചാണ്. അപ്പൊ അതില് ജീവിത സാഹചര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ രക്തസമ്മർദ്ദം അഥവാ BP എന്നുള്ളത് ഒരു നോർമൽ റേഞ്ചിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സാധാരണ ഒരു മനുഷ്യന്റെ BP എന്ന് പറയുന്നത് 120/80. അതാണ് സാധാരണ ഒരു മനുഷ്യന് കണ്ടുവരുന്ന BP എന്നുള്ളത്. അങ്ങനെ ഒരു BP ഉള്ള ഒരാളായാൽ പോലും അയാളെ എല്ലാ മാസവും ചെന്ന് BP ചെക്ക് ചെയ്തിരിക്കണം. ഒരു മനുഷ്യന് ഏത് സമയത്താണ് BP കൂടുന്നതെന്നോ കുറയുന്നതെന്നോ നമുക്കറിയാൻ പറ്റില്ല. ഈ BP എന്നുള്ള അസുഖം അത് നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് നമ്മൾ അറിയില്ല. അത് എങ്ങനെ എത്തിയെന്നോ നമുക്ക് ചിലപ്പം പറയാൻ പറ്റില്ല. ഇത് വന്ന് കൂടുന്നതിനെക്കാട്ടി നല്ലത് നമ്മൾ അത് റെഗുലറായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള പരിശോധനയിലൂടെ അത് കണ്ടെത്തുകയാണെങ്കിൽ അത് കൂടാതെ നമുക്ക് ശ്രദ്ധിക്കാനും കഴിയും. ഇത് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറ്റേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് ഭക്ഷണക്രമത്തിൽ, അതായത് ഉപ്പിന്റെ അളവ്, നമ്മൾ കഴിക്കുന്ന ഉപ്പിന്റെ അളവ് കുറയ്ക്കുന്നത് വഴി നമുക്ക് ഒരു പരിധി വരെ ഇത് നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ പറ്റും. ഒരു വീട്ടിൽ ഇപ്പൊ ഒരാൾക്കാണ് ഉപ്പ് അതിന്റെ അസുഖമുള്ളത് എന്നുണ്ടെങ്കിൽ അയാൾക്ക് കൊടുക്കുന്ന ആഹാരത്തിൽ ഉപ്പിന്റെ അളവ് കുറയ്ക്കുക. അതായത് ഇപ്പോ വീട്ടില് സാധാരണ ഒരു വീട്ടില് BP ഉണ്ടെന്ന് അറിയുന്നതിന് മുമ്പ് സാധാരണ നല്ല ഒട്ടി ഉപ്പിട്ട് കഴിക്കുകയായിരുന്നു. അങ്ങനെ ഒരാളാണ്
ഒരു വീടാണെന്നുണ്ടെങ്കിൽ ആ BP ഉള്ള അസുഖം കണ്ടെത്തി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ BP ഉള്ള അസുഖത്തിനുള്ള ആൾക്കാർക്ക് ആ ആള് എന്തുമാത്രം ഭക്ഷണം കഴിക്കുന്നുവോ ആ ഭക്ഷണം മാറ്റി വെച്ചതിന് ശേഷം മാത്രം ബാക്കിയുള്ളവർക്ക് ഉപ്പിട്ട് ഉപയോഗിക്കുക. പിന്നെ വ്യായാമം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം സാധാരണ എല്ലാവരും വ്യായാമം ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാല് ഞങ്ങൾ സ്ഥിരം നടക്കുന്ന ആൾക്കാരാ, ഞങ്ങൾ വ്യായാമം ചെയ്യാറുണ്ടെന്ന് പറയും. അപ്പോ നമ്മുടെ ശരീരം വിയർക്കുന്നത് വരെ ഏകദേശം ഒരു 3 മണിക്കൂറെങ്കിലും നമ്മള് വ്യായാമം ചെയ്തിരിക്കണം. പ്രധാനമായിട്ട് നല്ല വ്യായാമം എന്ന് പറയുന്നത് നടക്കുന്ന രീതി എന്ന് പറയുമ്പോൾ ആദ്യം പയ്യെ നടന്ന് സ്പീഡ് കൂട്ടി വീണ്ടും ആദ്യം എങ്ങനെയാണോ ആരംഭിച്ചത് അതേ സ്പീഡിൽ വന്ന് നിർത്തി ആ നടത്തം അവസാനിപ്പിക്കുക. അങ്ങനെ വേണം ചെയ്യേണ്ടത്. പിന്നെ എന്തെന്ന് പറയുമ്പോഴത്തേക്ക് മാനസിക സമ്മർദ്ദം. ഒരാൾക്ക് ഇപ്പൊ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഓഫീസിലുള്ള ഒത്തിരി പ്രശ്നങ്ങളാണ്. ഇപ്പൊ നമ്മൾ ഓരോരുത്തരായാലും ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ഓരോരോ പ്രശ്നങ്ങളുണ്ട്, ഒത്തിരി സമ്മർദ്ദങ്ങൾ വരാറുണ്ട്. അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നമുക്ക് എന്തായാലും ഓരോ ഫ്രണ്ട്സ് ആണ്. അപ്പൊ ആ ഫ്രണ്ട്സിന്റെ അടുത്ത് നമ്മുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞു തീർത്തിട്ട് ആ സമ്മർദ്ദം കുറയ്ക്കുക. വീട്ടിലുള്ള പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വീട്ടില് പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇപ്പൊ വീട്ടില് പാട്ട് കേൾക്കാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ പാട്ട് കേൾക്കുകയോ വായിക്കുകയോ യോഗ എന്നുള്ളതൊക്കെ ചെയ്തിട്ട് ആ സമ്മർദ്ദം കുറയ്ക്കുന്ന വഴി BP കുറയ്ക്കാൻ പറ്റും. അല്ലാതെ മനസ്സിൽ ഇങ്ങനെ കൂട്ടിക്കൂട്ടി നിർത്തിയിരിക്കുകയാണെങ്കിൽ BP ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അത് പിന്നെ അങ്ങ് ഉയർന്നു പോകാനും ചാൻസ് ഉണ്ട്. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മരുന്നിന്റെ ഉപയോഗം എന്ന് പറയുമ്പോൾ അത് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ അളവ് കൂട്ടാനോ കുറയ്ക്കാനോ പാടുള്ളൂ. അല്ലാതെ ഇന്ന് ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ എനിക്ക് ഇന്ന് BP കൂടുതലാണ് എന്ന് തോന്നിയിട്ട് ഗുളികയുടെ അളവ് കൂട്ടാൻ പാടില്ല. അങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറിനെ കണ്ടിട്ട് BP ചെക്കപ്പ് ചെയ്തതിനു ശേഷം മാത്രം ഡോക്ടറിന്റെ സാറിങ്ങനെ എനിക്ക് ഇങ്ങനെ കൂടുതലുണ്ടോ തോന്നുന്നുണ്ടോ, ഞാൻ അളവ് കൂട്ടണോ എന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക. പിന്നെ BP ചെക്കപ്പ് ചെയ്യേണ്ട വിധം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരാൾക്ക് 130നും 85നും ഇടയ്ക്കാണ് അയാളുടെ BP എന്നുണ്ടെങ്കിൽ 1-2 വർഷം ഇടവിട്ട് ചെക്ക് ചെയ്യുക. ഈ 130 എന്ന് പറയുന്നത് ഒരു നോർമൽ റേഞ്ച് ആയിട്ട് നമ്മളെല്ലാരും വിചാരിച്ചു വെച്ചിരിക്കും. അത് എപ്പോഴാണ് കൂടാനുള്ള ചാൻസ് ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റില്ല. അതുകൊണ്ട് 1-2 വർഷം ഇടവിട്ട് അവർ ചെന്ന് BP ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ 140നും 90നും ഇടയ്ക്കാണ് ഒരാളുടെ BP എന്നുണ്ടെങ്കിൽ അയാള് 2 മാസം ഇടവിട്ട് BP ചെക്കപ്പ് ചെയ്തിരിക്കണം. 160നും 100നും ഇടയ്ക്കാണ് BP എന്നുണ്ടെങ്കിൽ ഒരു മാസത്തിനകം ഇടവിട്ട് BP ചെക്കപ്പ് ചെയ്തിരിക്കണം. പിന്നെ 180നും 90നും ഇടയ്ക്കാണെങ്കിൽ ഓരോ ആഴ്ച ഇടവിട്ട് അവർ പോയി BP ചെക്കപ്പ് ചെയ്തിരിക്കണം. പിന്നെ 210നും 120നും ഇടയ്ക്കാണ് ഒരാളുടെ BP എന്നുണ്ടെങ്കിൽ അയാൾ ഉടനടി ചികിത്സ എടുത്തിരിക്കണം. അത് പെട്ടെന്ന് കൂടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഉടനടി ചികിത്സ എടുത്തിരിക്കണം. ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കണ്ട് BP ചെക്കപ്പ് ചെയ്തിട്ട് അവിടെ അഡ്മിറ്റ് ആയിരുന്ന് നമ്മുടെ BP കുറയ്ക്കുകയാണ് വേണ്ടത്. ഈ BP കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ, അതായത് ജീവിത ശൈലിയിലൂടെ മാറ്റം വരുത്തിയാൽ മാത്രമേ നമുക്ക് BP എന്നുള്ള പറയുന്ന ഒരു അസുഖം നമ്മുടെ നോർമലായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഈ BP എന്നുള്ള അസുഖം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ എപ്പോഴും വേണോ വരാൻ ചാൻസ് ഉള്ള ഒരു അസുഖമാണ്. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമായിട്ടുള്ള ഒരു അസുഖമാണ്. അതുകൊണ്ട് അത് വരാതെ നോക്കുക എന്നുള്ളത് മാത്രമേ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ. അതുകൊണ്ട് BP എന്നുള്ള അസുഖം വരാതെ നമ്മൾ ശ്രദ്ധിക്കുക, ആ അസുഖത്തിനെ നമ്മൾ തടയാൻ ശ്രമിക്കുക. ഇനി ഈ ഒരു ചെറിയ നമ്മൾ ഈ BP എന്നുള്ള അസുഖത്തിൽ നിങ്ങൾ